പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ, ജനാധിപത്യ ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിജി, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അടക്കം അഭിവന്ദനായ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്രയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കരുത്തുറ്റ നേതാവ് ആരാധ്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട് മുടിച്ചൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. സാധാരണക്കാരന്റെ ജീവിതം അനുദിനം ദുസ്സഹമാക്കുന്ന ഒരു ഗവൺമെന്റ്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്തൊരു ഗവൺമെന്റ്, സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്തൊരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കുകയാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുകയാണ്. എത്ര പരസ്യങ്ങൾ നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നാടിനെ തകർത്ത, കേരളത്തെ 10 വർഷം പുറകോട്ട് കൊണ്ടുപോയ, ഒരു വൻകിട വികസന പ്രവർത്തനവും നടത്താത്ത, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാത്ത ഒരു അഴിമതി ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു. ഈ ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരുന്നില്ല. ഈ ഭരണത്തെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിർക്കുന്നു. ജനങ്ങൾ ഒരു തുടർ ഭരണത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ എല്ലാവിധ ശക്തി ഉപയോഗിച്ച് എന്തെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തെ തർക്കം വേണ്ട. പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ശക്തി ദുർഗമാണ്. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ഇന്ത്യയിൽ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട്, ഭരണവിരുദ്ധ വികാരത്തിന്റെ കുത്തൊഴുക്കായിരുന്നു ഈ യാത്ര. ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത VD സതീശനെ, UDF നേതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.